ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇടാത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്ത് പോവാണ്. നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞാൻ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അവിടേക്ക് പോവാം. സമയം ഏകദേശം 6:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. അത് മാത്രമല്ല ഞങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് കേട്ടോ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് ആ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സോ അവിടേക്ക് എത്ര ടൈം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഫസ്റ്റ് ടൈമാണ് പോണേ. അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പോണ വഴിക്ക് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു പോവാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഐറ്റം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് പുറത്തായിട്ട് അവരിങ്ങനെ വലിയൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ അവിടെ വന്നിട്ടുള്ള എല്ലാ ന്യൂസ് ചാനൽസും പേപ്പർ കട്ടിങ്സും അതേപോലെ തന്നെ വന്നിട്ടുള്ള വീഡിയോസിൻ്റെ കുട്ടി ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് എത്രത്തോളം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ളത്. അത്രയും അധികം ന്യൂസ് ചാനൽസും യൂട്യൂബ് ചാനൽസും അതേപോലെ ക്ലബ് എഫ്എമ്മും ഒക്കെ ഇത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഫ്രെയിമും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ പേപ്പർ കട്ടിങ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രകാശ് ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഒരു പേപ്പർ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ തന്നെ പത്തേൻ്റെ കളറാണ്, പച്ച കളറിലാണ് കേട്ടോ ഈ വീട് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഫുൾ ഗ്രീൻ കളറിലാണ്. ഇപ്പോൾ അതാ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് അവരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഫുഡ് ഇതിൽ കഴുകിയിട്ടാണ് വെക്കുന്നത്, കാരണം അല്ലെങ്കിൽ തത്തയ്ക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ ഫുഡ്. ഇതാണ് ഫുഡ്. ഈ റെയിൽ ആക്ച്വലി ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള റെയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു വലിയൊരു റെയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തത്ത ഊഞ്ഞാലാടാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണിത്. പഴമാണ് കെട്ടി തൂക്കുന്നത്. പഴമാണ് കേട്ടോ കെട്ടി വെക്കുന്നത്. വില കുറവുള്ള പഴം മേടിക്കുന്ന പറഞ്ഞ പയറില്ലേ? നെല്ലിട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പാത്രത്തിലേക്കാക്കി ഇങ്ങനെ ഈ റെയിലിൻ്റെ മുകളിലൂടെ അങ്ങനെ നെല്ലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെല്ലിട്ട് കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും നെല്ലിട്ട് കൊടുക്കാണ് കേട്ടോ. ഒക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മളുടെ വെയിറ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തത്തേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ പറയുന്നത്. നമുക്ക് പോയി നോക്കി നോക്കാം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴാണ് തത്ത വരിക നോക്കിയിട്ട്. അപ്പോൾ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ പറയുന്നത്. നമുക്ക് നോക്കാം. അതാ പറന്ന് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറന്ന് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ ആ മരത്തിൻ്റെ ചില്ലകൾ ഇങ്ങനെ ആടുന്നുണ്ട്. അതിന് മുകളിൽ തത്ത വന്നിരിക്കുന്നുണ്ടേ. ഞാൻ അവിടെ ഒരു ക്യാമറയും കൂടി വെച്ചിട്ടുണ്ട്. ക്യാമറ അല്ല, എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. വെറുതെ അവർ കഴിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ അല്ല, എൻ്റെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട പിടിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുട പിടിച്ച് വേറെ ഒന്നല്ല, ക്യാമറ നനഞ്ഞു ഉണ്ടായി വെച്ചിട്ടാണ്. ക്യാമറ നനഞ്ഞു പണി കിട്ടും എന്ന് ഓൾറെഡി എൻ്റെ അടുത്തത് മേടിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. തത്തനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക.
കുറച്ച് സൗണ്ട് ഉണ്ടെങ്കിൽ വരെ തത്ത പറന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിണ്ടാണ്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് നിൽക്കാം കേട്ടോ. തത്ത വരട്ടെ. ഗേറ്റൊക്കെ അടച്ചു. ഈ തത്ത വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തത്തേനെ സൗണ്ട് ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. നമ്മൾ തത്തേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വരില്ല പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും മാറി നിൽക്കാം കേട്ടോ. കുറച്ച് സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഞാൻ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് തത്തേൻ്റെ ക്ലോസപ്പ് ഷോട്ട്സൊക്കെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മരത്തിൻ്റെ ചില്ലകളിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിൽ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മരത്തിൻ്റെ ചില്ലേൻ്റെ മുകളിലൊക്കെ തത്തകൾ വന്നിരിക്കുന്നുണ്ട്. ചുറ്റിനിങ്ങനെ പറക്കുന്നുണ്ട്. ഏകദേശം വന്നിട്ടുണ്ട്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. സൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി അപ്പോൾ പോട്ടെ. ഇതിനൊരു പരുന്ത് വന്നിട്ട് ഇതെല്ലാം പറന്നു പോയിട്ടിരിക്കുകയായിരുന്നു. അപ്പം വീണ്ടും വന്നത് അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ. നമ്മൾ ഓൾറെഡി റെക്കോർഡിങ് ഫോണിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരികയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒത്തുകൂടി അവരെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് വന്ന് കഴിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ കൊമ്പിൻ്റെ മുകളിലിരിക്കുന്നതായിരുന്നു മരത്തിൻ്റെ. എന്നിട്ട് അവരെല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ വഴി കൂടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതിന് സൗണ്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ട് പറക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കില്ലേ? ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോയി. അപ്പോൾ അതിന് സൗണ്ട് കേൾക്കുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പറക്കുന്നുണ്ട്. മുന്നൂറ് തത്ത അല്ലേ? ഏകദേശം 300 തത്ത വരുന്നതാണ് കേട്ടോ പറയുന്നത്. തത്തേനെയൊക്കെ കണ്ട് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനെ ആൽബം ടേബിളിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി തത്തേൻ്റെ ന്യൂസ് ഓരോരോ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം കൂടി ഇങ്ങനെ ഒരു ആൽബം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൽബമൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പല പേപ്പറിലും ചാനൽസിലൊക്കെ വന്നിട്ടുള്ള ന്യൂസ് ബൈറ്റ്സ് ആണിത്. അതെല്ലാം ഇങ്ങനെ ഒരു ആൽബം പോലെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റുമല്ലോ. പല ആൾക്കാരും വന്നിട്ട് ഇവിടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അധികം ആൾക്കാർ ഇവിടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയും ചെറിയ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യാമറേൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് പഴയ ക്യാമറ. ഇത് പഴയ ക്യാമറയല്ലേ? പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന ക്യാമറയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് പണ്ടത്തെ ടെലിലെൻസ് ക്യാമറ, പഴയ ക്യാമറ. ഇത് ഫോക്കസിങ് ഇതാ ഇവിടെ കേട്ടോ. ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു. കുറേ ദൂരത്തേക്ക് ഫോക്കസ് ആകും. വൈകില്ല. പണ്ടത്തെ കാലത്ത് കുറേ 100 കൊല്ലം മുന്നത്തെ ക്യാമറ. 100 കൊല്ലം. സെനിത്ത് എന്നാണ് പറയാം, പക്ഷേ നല്ല കുറേ കൊല്ലം പഴക്കം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതായി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ട് കാര്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറുന്നത് ഫിലിമാണ്. അന്നത്തെ കാലത്ത്. ഇപ്പം ഫിലിം ഇല്ലല്ലോ. ഫിലിം കിട്ടാനില്ലേ? വർക്ക് ചെയ്തോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫിലിമില്ല. ഫിലിം പിന്നെ അതിൻ്റെ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ്.
ഓക്കെ. പിന്നെ അതിൻ്റെ ബോക്സൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. പണ്ടത്തെ മൈൻഡിൽ അല്ലേ? ആ അതെ. ലെൻസുകൾ, സോഫ്റ്റ് ഫിൽറ്ററുകളുണ്ട്. പിന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാൻ പറ്റുമോ? നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഈ ക്യാമറയിൽ പണ്ട് കാലത്ത് ഫിലിം ഇല്ല. എന്നാൽ ഫിലിം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ സിനിമൻ്റെ ഒക്കെ ഫിലിം എടുത്ത് കണ്ട് കട്ട് ചെയ്തിട്ട് ഡാർക്ക് റൂമിൽ നിന്ന് നിറയ്ക്കണം. ഇതിൽ മനസ്സിലായി? അതാണിത്. ഇങ്ങനെയേ കിട്ടുള്ളൂ. ഇതിൽ ഫിലിമൊന്നും ഉണ്ടാവില്ല. ഇത് കാര്യമായിരിക്കും നമുക്ക്. മനസ്സിലായി? ഫിലിമേ ഉണ്ടാവില്ല. ഫിലിം നമ്മൾ ഉണ്ടാക്കണം. മറ്റുള്ളതിനെ കട്ട് ചെയ്തിട്ട് ഇതിലിടണം. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതിപ്പോൾ ഇത് പുതിയ ഫിലിം ഇങ്ങനെയാണ്. ഇതിലിത് ഫിലിം ഉണ്ടാവും, പക്ഷേ ഇതിൽ ഫിലിം ഉണ്ടാവില്ല. കമ്പനി തരുമ്പോൾ ഫിലിം ഇല്ലാതെ തന്നെ. പക്ഷേ ഫിലിം നമ്മൾ വേറെ എടുത്തിട്ട് ലോഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ സിനിമേൻ്റെ ഒക്കെ വലിയ ഫിലിമാണ് ഇത്. ഏകദേശം ഇതേമാതിരിയുള്ള ഫിലിം ഉണ്ടാകുക. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്കാറ്റ്. മനസ്സിലായി? അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്ന് ഫിലിം തന്നെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ ക്യാമറേൻ്റെ ഒക്കെ പിന്നെ ഫിലിം വന്നതോടുകൂടി തന്നെ പിന്നെ പുതിയ ഇതിലേക്ക്. അതെ. പിന്നെ ഇതൊക്കെ സ്ലൈഡ് തിയേറ്ററിൽ ഇടുന്ന സ്ലൈഡാണ്. അപ്പോൾ മിൽമൻ്റെ പരസ്യമാണ്. അന്നത്തെ കാലത്ത് ഇങ്ങനെ സ്ലൈഡ് ചെറുത്. പിന്നെ അതിനെക്കാട്ടി ചെറിയ സ്ലൈഡ് ഉണ്ട് നമ്മളെ ഈ ഹോസ്പിറ്റൽ. ഇത് വേറെ സ്ലൈഡാണ് കേട്ടോ. അതെ അതെ. അതൊക്കെ ഓരോരുത്തർക്കും കുറേ ഫോട്ടോടെക്കിൻ്റെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫോട്ടോടെക്കിൻ്റെ. ഈ ഫോട്ടോയുടെ നല്ലൊരു ക്യാമറ ഉണ്ട് അവിടെ. ഞാൻ എടുത്ത് വെച്ച് അപ്പോൾ ആരും ഭയങ്കര രസമുള്ള ഇതിലൊരു ഭയങ്കര സംഭവം ഉണ്ടായിട്ട്. കാരണം നിങ്ങൾ തത്തൻ്റെ ന്യൂസ് ഇങ്ങനെ പോണേനെടുക്ക് ഇതേമാതിരി ഒരാൾ ക്യാമറേനെ പറ്റിയിട്ട് അതും കോട്ട് ചെയ്തിട്ട് വിട്ട് തത്തൻ്റെതും ക്യാമറേനെ വെച്ചിട്ട്. അപ്പോൾ എറണാകുളത്തുള്ള ഒരാളിത് കണ്ട് എൻ്റെ ഇങ്ങനെ തത്തൻ്റെ ഫോട്ടോസും കൂടാതെ ക്യാമറയും കണ്ടപ്പോൾ അയാൾ അവിടുന്ന് എറണാകുളത്ത് നിന്ന് പോവുക. അയാളെ നാട്ടിൽ തിരിച്ചു പോവുക. അയാൾ അച്ഛൻ്റെ കാലത്ത് വാങ്ങിയ കുറേ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളിത് എന്ത് ചെയ്ത് ആർക്കാ കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുക. നല്ലൊരു കളക്ഷൻ അയാളത്തുള്ളത്. അപ്പോൾ അയാൾ ഈ തത്തൻ്റെ ഒരു ഫോട്ടോ കണ്ട പെട്ടെന്ന് തന്നെ ഇയാൾ എന്നെ വിളിച്ച് എന്നോട് തന്നെ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് കുറേ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നോട് നിങ്ങളൊരു ദിവസം എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ വെറുതെ ക്യാമറ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പോയപ്പോൾ മൂപ്പർ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ട് മൂപ്പരും ഭാര്യയും കൂടി ഇന്നെ ഏൽപ്പിച്ച് എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഇത് തരാൻ പറ്റുള്ളൂ. കാരണം ഈ പക്ഷിയുടെ കഥയും മറ്റതൊക്കെ വെച്ച് കോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നുള്ളൊരു മറ്റാരെയും വിറ്റാളെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അയാൾ നിങ്ങൾ തിന്നോട്ടെ, ഇത് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ. ഞാൻ ആർക്കും കൊടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവരൊക്കെ വിറ്റ് പൈസ ആക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ അച്ഛൻ്റെ ഓർമ്മക്കായിട്ട് നിങ്ങൾക്ക് തരാമെന്നിട്ട് എനിക്ക് തന്നോളൂ. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഞാൻ തന്നെ ഭയങ്കര ഇതായിപ്പോയി. എനിക്ക് പിന്നെ പേടിയുണ്ട് തിരിച്ച് വരുമ്പോൾ. മെട്രോ ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു സ്കാൻ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നു കോച്ചി കൊണ്ടുപോകാൻ എന്നെ പിടിച്ച് ജയിലിടുക. ഞാൻ ആദ്യം തന്നെ പോലീസുകാരോട് സംഭവം പറഞ്ഞില്ല. ആ സംഭവം ഇങ്ങനെയാണ്. കഥയൊന്നും പറയാൻ തോന്നില്ല. സ്ഥലത്ത് പഴയ ക്യാമറയാണ് ഇങ്ങനെ. അപ്പോൾ അയാൾ തന്നെ സാറിൽ തുറന്ന് ചെയ്ത് കാണിച്ചു. അത് സ്കാനിൽ കാണുകയും ചെയ്തു. അവിടെ തന്നെ പ്രശ്നമില്ല പോയിക്കൊള്ളിയെന്നാറ്. ഞാൻ പിന്നെ അതെടുത്ത് ഇവിടെ കൊണ്ടുപോകാൻ പിന്നെ ഞാൻ ആൾമാരൊക്കെ അത് വെക്കാണ്ട് അതിൻ്റെ ഇതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചാൽ സ്ഥലമില്ലാതെ മുകളിലേക്ക് ക്യാമറയൊക്കെ. അപ്പോൾ എന്നുവെച്ച് താഴോട്ട് മാറ്റിയിട്ട് രണ്ടാമത് വാങ്ങിക്കണം. ഒരുപാട് ക്യാമറ തോന്നുന്നില്ല കുറേ ഇതിൻ്റെ അറ്റിനുണ്ട് കുറേ ക്യാമറ ഉണ്ട്. പിന്നെ വീഡിയോ കാസറ്റുകളും മറ്റൊക്കെ ഇതൊക്കെ കാസറ്റ് പണ്ടത്തെ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ കാസറ്റ് ഇതൊക്കെ അതൊക്കെ കണ്ടായി. ഓരോ ക്യാമറക്ക് ഇപ്പം JV സിംഗിൾ നേരത്തെ എടുത്ത ക്യാമറേൻ്റെ ഇതാണ് ഫിലിമാണ്. തത്ത ഫുള്ള് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തോട് അത് ഒഴിവാക്കിയിട്ടാണ് തത്ത ഫുഡ് കഴിക്കുന്നത്. തോട് ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ട്. ഇത് നിറയെ തോടാട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ നെല്ലൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ തോട് ബാക്കി വന്നിട്ടുണ്ട്.
ഇത് ക്ലീൻ ചെയ്യണല്ലേ പ്രകാശ് ചേട്ടാ? ഇത് കഴുകി കഴിഞ്ഞാൽ ഇതിന്ന് 200 ഗ്രാം കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത്. ബാക്കി കഴിക്കാണ്ട് വെച്ച് പോയ ബാക്കി എടുക്കണം. ഇനി ഇത് ക്ലീൻ ചെയ്യില്ല കഴുകിയിട്ട്? വൃത്തിയായിട്ടാ കഴിക്കുന്ന കേട്ടോ. അങ്ങനെ വേസ്റ്റ് ആയിട്ടൊന്നും താഴത്ത് ഒരുപാട് ഇങ്ങനെ കിടക്കുന്നൊന്നുമില്ല. ആണോ? പ്രകാശേട്ട ഫുൾ ടൈം ബിസിയാണ് കേട്ടോ. മെയിൻ ജോലിനെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളാണ്. അപ്പം പ്രകാശേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. ചായക്കട കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ വീടാണ്. അല്ല, ചായക്കട കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീടാണ് അല്ലേ? ഫസ്റ്റ് വീടാണ് കേട്ടോ പ്രകാശേട്ടൻ്റെ വീട്. അപ്പോൾ ചായക്കട നിങ്ങൾക്കൊരു അടയാളമായിട്ട് വെക്കാം. പണ്ടത്തെ ടൈപ്പുള്ള ചായക്കട ഇല്ലേ, നമ്മളെ നാട്ടും പുറത്തൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ചായക്കട. കാറൊക്കെ വരുന്ന റൂട്ടാണ് കേട്ടോ. കാറിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് സുഖമാണ്. ഈ ചായക്കടേൻ്റെ ആദ്യത്തെ വീട് കേട്ടോ. ചായക്കട കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീടാണ്. അങ്ങനെ നമ്മൾ തത്തനെയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അത് പല സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഈ ഒരു ടൈം കറക്റ്റ് ഒരു ടൈമിന് എങ്ങനെയാണ് വീട്ടിലെത്തുന്നത് എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പല ടൈമിലാണ് അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നാണ് ഈ തത്തകളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് തന്നെ ചിലപ്പം വഴികൾ തെറ്റാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, പക്ഷെ അത് കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ആ സ്ഥലത്ത് എത്തുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല കേട്ടോ. എന്തായാലും ഭയങ്കര ഒരു പ്ലസൻറ്റ് മോർണിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ, സീ, ടേക്ക് കെയർ.